സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം ഇനിയും വൈകും. 11ാം തവണയും റിയാദിലെ ക്രിമിനൽ കോടതി കേസ് മാറ്റിവെച്ചു. പതിവ് പോലെ ജയിലിൽ നിന്ന് അബ്ദുൾ റഹീം പ്രതിഭാഗം അഭിഭാഷകരും ഓൺലൈൻ കോടതിയിൽ പങ്കെടുത്തു. 19 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുകയാണ് കോഴിക്കോട് ഫറോക്ക് സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീം. ദയാധനം സ്വീകരിച്ച് വാദിഭാഗം മാപ്പ് നൽകിയതോടെ വധശിക്ഷ 5 മാസം മുമ്പ് ഒഴിവാക്കിയിരുന്നു. പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള കേസിൽ തീർപ്പാവാത്തതാണ് ജയിൽ മോചനം നീളാൻ കാരണം. പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള കേസിൽ സാധാരണ തടവ് ശിക്ഷയാണ് വിധിക്കുക. 19 വർഷമായി തടവിലായതിനാൽ ഇനി തടവ് ശിക്ഷ വിധിച്ചാലും അബ്ദുൾ റഹീമിന് അധികകാലം ജയിലിൽ തുടരേണ്ടി വരില്ല. ഇതുവരെ അനുഭവിച്ച തടവുകാലം ശിക്ഷയായി പരിഗണിച്ചുകൊണ്ട് മോചനം നൽകാനാണ് സാധ്യത. 1.5 കോടി സൗദി റിയാലാണ് പിരിച്ചു നൽകിയത്. സമാഹരിച്ച പണമാണ് മരിച്ച സൗദി ബാലന്റെ കുടുംബത്തിന് ദയാധനമായി നൽകിയത്. അതിനെ തുടർന്നാണ് കുടുംബം മാപ്പ് നൽകിയതും കോടതി വധശിക്ഷ റദ്ദു ചെയ്തതും. 2006 നവംബറിലാണ് സൗദി ബാലൻ അനസ് അൽ ഫായിസിന്റെ കൊലപാതക കേസിൽ അബ്ദുൾ റഹീം അറസ്റ്റിലാകുന്നത്. 2012ലാണ് വധശിക്ഷ വിധിച്ചത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.